10 വർഷക്കാലമായി ഞങ്ങൾ തിരിച്ചടിക്കാത്ത SFI ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെ തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തിരിച്ചു തല്ലിയിരിക്കും. അത് ഏത് പോലീസ് ഏമാനോടാണെങ്കിലും ഈ പോലീസിനോട് ഏതെങ്കിലും വിധത്തിൽ പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ മെയ് മാസം 4-ന് റിസൾട്ട് വന്നപ്പോ നന്ദാവനം ക്യാമ്പിലും കാസർഗോഡും കേക്ക് മുറിച്ച് ആഘോഷിച്ചതിന്റെ കേക്ക് കഷ്ണം തിന്നവർ ഇവിടെയും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോടായിട്ടൊരു കാര്യം പറയാം. ഇതുവരെയും 10 വർഷക്കാലമായി ഞങ്ങൾ തിരിച്ചടിക്കാത്ത SFI ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനർത്ഥം നിങ്ങൾ അടിച്ചിട്ടില്ല, ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല എന്നല്ല. നിങ്ങൾക്കൊരു സംരക്ഷണം ഉണ്ടായിരുന്നു. അത് ഇടത് നയത്തിന്റെ സംരക്ഷണമാണ്. നിങ്ങൾ കരുണാകരന്റെ ഭീതിതമായിട്ടുള്ള പോലീസ് നയത്തിലേക്കായിരിക്കും ചിലപ്പോൾ ചേക്കേറാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ 1994 നവംബർ മാസം 25-ന് ഇപ്പോഴും കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു മെഹസറുണ്ട്. ആ മെഹസറിൽ KV റോഷൻ എന്നൊരാളുടെ പേരുണ്ട്. KV റോഷൻ എന്നൊരാളുടെ പേരിൽ മൂന്നാമതായി തന്റെ നെഞ്ചിലേക്ക് വെടിയേറ്റു വാങ്ങുമ്പോൾ KV റോഷൻ തിരിഞ്ഞോടിയിട്ടില്ലെന്ന് അഭിമാനത്തോടുകൂടി ഓർക്കുന്ന SFI ആണ് ഇവിടെയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളും. രാജീവനും മധുവും കൊല്ലപ്പെട്ടതിനു ശേഷവും കൂത്തുപറമ്പിന്റെ വെടിവെപ്പിലേക്ക് നടന്നു നീങ്ങിയവരുടെ കൊടിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളതെന്ന് നല്ല ധൈര്യം നിങ്ങൾക്കുണ്ടായിക്കോളൂ. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങളായിട്ട് തല്ലില്ല, പക്ഷേ ഞങ്ങളെ തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തിരിച്ചു തല്ലിയിരിക്കും. അത് ഏത് പോലീസ് ഏമാനോടാണെങ്കിലും ഇപ്പോൾ തന്നെ അറിയിച്ചേക്കോ. ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മാർച്ച് നടത്തിയപ്പോ ഞങ്ങളുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുടെ ഫോട്ടോ ഗ്രൂപ്പിലിട്ടിട്ട് പറഞ്ഞു, ഇവനെ അടുത്ത തവണ കിട്ടിയാൽ തല്ലി ഒതുക്കണമെന്ന്. ഇട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, തല്ലിയൊടിക്കാൻ ലാത്തി പൊക്കുന്നതിന് മുമ്പ്, ജീവൻ ബാക്കി ഉണ്ടാകുന്നതിന് മുമ്പ് തിരിച്ചു തല്ലിയിരിക്കും കേട്ടോ, അടിക്കും. അതുകൊണ്ട് അതിനൊന്നും ഒരു സംശയവും വേണ്ട. ഞങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ല. ഞങ്ങൾ സമരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. സമരം നടത്തും, ഞങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് വഴക്കും തമ്മിൽ തല്ലും എല്ലാം തീർന്ന് നന്ദാവനത്തിലെയും കാസർകോട്ടെയും കേക്ക് മുറിച്ച് ആഘോഷിച്ച ഏമാമാരുടെ ശിങ്കിടികളോട് പറയാനുള്ളത്, അതൊക്കെ കഴിഞ്ഞ് അവന്മാരിറങ്ങട്ടെ, ഇറങ്ങി സത്യപ്രതിജ്ഞയൊക്കെ കഴിയട്ടെ. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ മുന്നേറ്റത്തെ റദ്ദാക്കാൻ അവരുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരമുണ്ടാക്കും. അതിന് അരാജകത്വ സമരത്തിന്റെ ഒരു പിൻബലവും ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഒരു കാരണവശാലും ഞങ്ങൾ ഇവിടുത്തെ ക്രമസമാധാനത്തെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അകാരണമായി തല്ലരുത്, അകാരണമായി വിദ്യാർത്ഥികളെ തല്ലരുത് എന്നേ പറയുന്നുള്ളൂ. ഞങ്ങൾ സമരം നടത്തിയത് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും 23 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അത് ചെയ്യാൻ ഞങ്ങൾ ഈ 10 വർഷവുമുണ്ട്, ഇപ്പോഴുമുണ്ട്, നാളെയും ഉണ്ടാകും. അതുകൊണ്ട് ഒരു മടിയും ഞങ്ങൾക്കതിലില്ല എന്ന് നിങ്ങൾ കരുതിക്കൊള്ളണം. അപ്പോ പറഞ്ഞു വെക്കാനുള്ളത്, കയ്യൂരും കരിവള്ളൂരും കാവുമ്പായും മുനയും കുന്നും കൂത്തുപറമ്പും പുന്നപ്രയിലും വയലാറിലും ചോരമണക്കുന്ന സമരങ്ങൾ നടത്തിയ ഞങ്ങൾക്ക് ഇതൊന്നൊരു പുത്തരിയല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞങ്ങൾ സമരം നടത്തി എവിടെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചോ അവിടെ തന്നെ അവസാനിപ്പിക്കാം എന്ന് നിങ്ങൾ കരുതിയേക്കണം. കൂത്തുപറമ്പ് MLA ആയിരിക്കുമ്പോൾ കരുണാകരന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ സഖാവ് പിണറായിയെ ഇന്ന് കാണുന്ന കോലത്തിൽ നടത്തിച്ച പോലീസ് സംവിധാനങ്ങൾ 3-ാം മുറ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് നിർത്തലാക്കിയ പക്ഷമാണ് ഇടതുപക്ഷം. ആ 3-ാം മുറ വലതുപക്ഷത്തിന്റെ കരുത്തിലെടുക്കാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിരിച്ചടി കട്ടായമായും ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുമുള്ള പ്രതിഷേധം ഞങ്ങൾ നടത്തുമ്പോൾ ആ സ്വാഭാവിക പ്രതിഷേധത്തിൽ നിങ്ങൾ മറ്റൊന്നും കാണേണ്ടതില്ല. ഞങ്ങൾ സമാധാനപൂർവ്വമാണ് ഇവിടെ സമരം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ സമരം കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ആ കേന്ദ്ര സർക്കാരിന്റെ സമരം നിങ്ങളുടെ പോലീസ് അസോസിയേഷന്, ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ശിങ്കിടികൾക്ക് വല്ല വിവരമുണ്ടോന്നറിയില്ല. കേരളത്തിൽ എങ്ങനെയെങ്ങാനും VD സതീശനാണ് ആഭ്യന്തരമന്ത്രിയാകുന്നതെങ്കിൽ സംഘപരിവാറിനോട് അത്രത്തോളം ബന്ധമുള്ള ആളാണല്ലോ VD സതീശൻ. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം VD സതീശനെതിരെയുള്ള സമരം കൂടി ആയിപ്പോകുമോ എന്ന ഭയം കൊണ്ടാണ് നിങ്ങൾ അടിക്കാൻ ഇറങ്ങിയതെങ്കിൽ ഒരുപാട് അടി നിങ്ങൾ വാങ്ങിക്കൊള്ളേണ്ടി വരും എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സംഘപരിവാർ ഏജന്റുകളുടെ ചെമുട് പണിയെടുക്കാൻ കേരളത്തിൽ നിങ്ങൾ മുതിരേണ്ട. കേരളം മതനിരപേക്ഷ കോട്ടയാക്കി നിലനിർത്താൻ SFI ഇവിടെ ഉണ്ടെന്ന് ആണയിട്ട് പ്രഖ്യാപിക്കുകയാണ്.